രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റിന്റെ തയ്യാറെടുപ്പുകളിലാണ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. മാജിക് കാട്ടി ജനങ്ങളെ കബളിപ്പിക്കാനില്ലെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ ന്യൂസ് 18നോട് പറഞ്ഞു. ജനക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കിയിട്ടും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയുണ്ടായി. തിരിച്ചടിക്ക് കാരണം അമിത ആത്മവിശ്വാസമാണെന്നും ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ ന്യൂസ് 18 അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ പറഞ്ഞു. ഭരണമാറ്റമോ ഭരണ തുടർച്ചയോ, ഈ രണ്ട് ചോദ്യങ്ങൾക്കിടയിൽ അവസാന ബജറ്റിനൊരുങ്ങുകയാണ് മന്ത്രി കെ.എൻ. ബാലഗോപാൽ. അദ്ദേഹം പ്രതീക്ഷകൾ പങ്കുവച്ച് എന്നോടൊപ്പം ചേരുന്നു. മിനിസ്റ്ററെ, വലിയ സാമ്പത്തിക പ്രതിസന്ധി ഒരു വശത്ത് വരിഞ്ഞു മുറുക്കുന്നു. നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നു. അതിനിടയിലാണ് ഈ ബജറ്റ്. സർക്കാരിനെ സംബന്ധിച്ച് ഏറ്റവും പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന ഒരു ബജറ്റ്. എന്താണ് ഈ ബജറ്റ് തയ്യാറാക്കുന്നതിലുണ്ടായ ഏറ്റവും വലിയ വെല്ലുവിളി? ഏറ്റവും പ്രധാനം ഈ കേന്ദ്രത്തിന്റെ നയങ്ങളും നിലപാടും തന്നെയാണ്. പക്ഷെ ഒരു കാര്യം വളരെ കൃത്യമാണ്, ഈ പ്രതിസന്ധി ഉണ്ടാക്കാനുള്ള ശ്രമമുണ്ട്, ഞെരുക്കമുണ്ട്. എന്നാൽ ഏത് സമയത്തെയും കഴിഞ്ഞ 50 വർഷക്കാലത്തെ ഗവൺമെന്റിന്റെ പ്രവർത്തനം നോക്കിയാൽ അതിലേറ്റവും കൂടുതൽ സ്പെൻഡിങ് നടത്തിയിട്ടുള്ളതും പെർസെന്റേജ് ഓഫ് സ്പെൻഡിങ് നടത്തിയിട്ടുള്ള ഈ ഗവൺമെന്റാണ്. എന്നാൽ നമ്മളെല്ലാം പ്രതീക്ഷിച്ചത്, നിങ്ങളും പ്രതീക്ഷിച്ചത്, കേന്ദ്രം ഇത്രയും GST വന്നതിന് ശേഷം ഫുൾ GST ആയതിനു ശേഷമുള്ള ആദ്യത്തെ ഗവൺമെന്റാണ്. കോമ്പൻസേഷൻ സെസ് നിർത്തിയതിനു ശേഷമുള്ള ആദ്യത്തെ ഗവൺമെന്റാണ്. റവന്യൂ ഡെഫിസിറ്റ് നിർത്തിയതിനു ശേഷമുള്ള ആദ്യത്തെ ഗവൺമെന്റാണ്. ബോറോയിങ്ങിന്റെ കാര്യത്തിൽ പുതിയ നിയമം കൊണ്ടുവന്നതിന് ശേഷമുള്ള ആദ്യത്തെ ഗവൺമെന്റാണ്. ട്രഷറി കിടക്കുന്ന പണം പോലും പബ്ലിക് അക്കൗണ്ട് എന്ന് പറഞ്ഞ് കടമാന്ന് പറഞ്ഞ് വെട്ടിക്കുറയ്ക്കുന്നത് തുടങ്ങിയത് 17-18 അതിനുശേഷവും ഫുൾ ഫ്ലെഡ്ജായിട്ട് വന്നൊരു ഗവൺമെന്റ്. ഇതെല്ലാം ഉണ്ടായി ഒരു വർഷം ഏകദേശം 25,000 കോടി രൂപയാണ് ബോറോയിങ് മാത്രം കുറച്ചത്. ഈ GST വന്നതിന് ശേഷം കിട്ടേണ്ട വരുമാനത്തിന്റെ ഭാഗമായി കിട്ടുന്ന അല്ലെങ്കിൽ ഡിവിസീവ് പൂളിൽ നിന്ന് കിട്ടുന്നത്, അതിനകത്ത് ഏറ്റവും കൂടുതൽ ഈ ധനകാര്യ കമ്മീഷന്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ കുറവ് വന്നു ഈ സമയത്ത്. അതിന്റെ ഭാഗമായിട്ട് ഒരു 20,000-25,000 കോടി രൂപ കുറവ് വന്നു. ഇത്രയെല്ലാം വന്നിട്ടും നന്നായി മുന്നോട്ട് പോയി എന്നുള്ളതാണ്. അത് പ്രതിസന്ധി ഉണ്ടാക്കാനായിട്ട് വലിയ ശ്രമം ഉണ്ടെങ്കിലും സാധാരണഗതിയിലുള്ള ചെലവിനേക്കാളും കുറയ്ക്കാതെ കൂടുതൽ ചെലവ് ചെയ്ത് മുന്നോട്ട് പോയി. പക്ഷേ യഥാർത്ഥ പ്രശ്നം എന്താ? ഒരു 2 ലക്ഷം കോടിയിലധികം രൂപ 5 വർഷം കൊണ്ട് കിട്ടേണ്ടത് കിട്ടിയില്ല. അത് കിട്ടിയിരുന്നെങ്കിൽ എത്രയോ മെച്ചമായിരുന്നേനെ. കാര്യങ്ങളെല്ലാം നടന്നുപോയി, ഈ കാര്യങ്ങളെല്ലാം വന്നു. കേരളം മറ്റൊരു സ്റ്റേറ്റിനേക്കാളും പുറകിലല്ല എല്ലാ കാര്യത്തിലും ചെയ്തത്. അതാണ് ഏറ്റവും പ്രധാനം. കേരളീയരുടെ ഒരു ആത്മാഭിമാനത്തിന്റെ മാത്രം പ്രശ്നമല്ല, കേരളത്തിന് റൈറ്റ്ഫുള്ളായി കിട്ടേണ്ട കാര്യങ്ങൾ തരുന്നില്ല കേന്ദ്രം എന്നുള്ള പ്രശ്നങ്ങളുണ്ട്. ഈ രാഷ്ട്രീയമായി ഉയർന്നിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിമർശനം ഒരു ഫിനാൻഷ്യൽ മിസ്മാനേജ്മെന്റ് ഉണ്ടായി, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായതെന്നാണ്. പക്ഷേ എപ്പോഴെങ്കിലും ഈ പ്രതിപക്ഷത്തുള്ള ഏതെങ്കിലും നേതാക്കന്മാരുമായോ MLA-മാരോ ഒക്കെയായി അനൌദ്യോഗികമായിട്ടെങ്കിലും ഈ പ്രതിസന്ധി എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അവരുടെ ഭാഗത്ത്? അനൌദ്യോഗികമായി പറയുന്ന കാര്യങ്ങൾ നമ്മൾ പറയാൻ പാടില്ലല്ലോ. പക്ഷേ ഒരു കാര്യം വളരെ കൃത്യമായിട്ട് അവർ പറയുന്നു, ഇത്രയും നിങ്ങൾ കൊണ്ടുപോകുന്ന പ്രതീക്ഷിച്ചില്ല. അവർക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ ഈ പണം കിട്ടുന്നില്ല എന്ന്. ഈ ഫിനാൻഷ്യലായിട്ടുള്ള മിസ്മാനേജ്മെന്റ് ആണെന്ന ലോകത്തെ ഒരു തിരിച്ചറിവുള്ള കുഞ്ഞും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എല്ലാവരും പറയുന്നുണ്ട് ഫിനാൻഷ്യലായിട്ട് വളരെ പിടിച്ചിട്ടാണ് പോകുന്നത്. ഇതൊന്നും വെറുതെ നമ്മൾ ഒറ്റയ്ക്ക് ഒരാൾ ചെയ്യുന്നതല്ലല്ലോ, കൃത്യമായ കാര്യങ്ങൾ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് കൃത്യമായി ചെയ്തതുകൊണ്ട് തന്നെയാണ് എത്താൻ പറ്റുന്നത്. പക്ഷെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിനപ്പുറം ഈ ഫയർ ഫൈറ്റിംഗ് ആണ് പലപ്പോഴും ചെയ്യേണ്ടി വരും. ഇപ്പോൾ 3 മാസം മാത്രം ഉള്ളപ്പോഴത്തേക്ക് 12,000 കോടി തരുമെന്ന് പറഞ്ഞത് 6,000 കോടി കട്ട് ചെയ്തു. 3 മാസം ലാസ്റ്റ് മിനിറ്റാണ്. ഫയർ ഫൈറ്റിംഗ് ആണ്. യഥാർത്ഥത്തിൽ സ്വസ്ഥമായിട്ട് ഈ കാര്യങ്ങൾ ചെയ്തൊരു 2 ലക്ഷം 2.5 ലക്ഷം കോടി രൂപ ഇങ്ങോട്ട് കിട്ടേണ്ട ഒരു ഗവൺമെന്റ്, റൈറ്റ്ഫുള്ളായി കിട്ടേണ്ട ഒരു ഗവൺമെന്റിന് അത് നേരെ വെട്ടിക്കുറച്ചിട്ട് നമ്മളെ മുന്നോട്ട് വിടാതിരിക്കുക. അതിപ്പോ ഒരു വാസ്തവത്തിൽ ലോകത്താകെ ജനാധിപത്യത്തെ വെല്ലുവിളിക്കുന്ന തരത്തിലേക്കുള്ള പല കാര്യങ്ങളും വരുന്നതിന്റെ ഉദാഹരണം തന്നെ ഇത്. ആർബിട്രറി എക്സസൈസ് ഓഫ് ഡിസ്ക്രിഷൻ, ആർബിട്രറി എക്സസൈസ് ഓഫ് പവേഴ്സ്, അതാണ് യൂണിയൻ ഗവൺമെന്റ് ചെയ്യുന്നത്. അതാണ് അതിന്റെ പ്രശ്നം. അതായത് സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കിയാണ് ഫിസ്ക്കൽ ഫെഡറലിസത്തിന്റെ പ്രശ്നം. ഞങ്ങള് ഗവർണറുടെ നയപ്രഖ്യാപനത്തിൽ തന്നെ മന്ത്രിസഭ അംഗീകരിച്ചതും ഗവർണർ വായിച്ചില്ലല്ലോ, സുപ്രീം കോടതി പോയ കാര്യം ഉൾപ്പെടെ. ഫിസ്ക്കൽ ഫെഡറലിസം എന്ന് പറയുന്നത് ഓരോ സംസ്ഥാനങ്ങളുടെയും അവകാശമുണ്ട്, ഓരോ വ്യക്തിയുടെ അവകാശമുള്ളത് പോലെ സംസ്ഥാനങ്ങൾക്ക് അവകാശമുണ്ട്. ആ അവകാശത്തെ കവർന്നെടുക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. അതിനകത്ത് ആ ഫെഡറലിസം അംഗീകരിക്കുന്നില്ല. ഏത് മേഖലകൾ ധാരാളമുണ്ട്. ഞാൻ ചുരുങ്ങിയ സമയത്തിനകത്ത് അതെല്ലാം പറയാൻ സമയമെടുക്കുന്നത്. അല്ലെ, നമുക്ക് കിട്ടേണ്ട റൈറ്റ്ഫുൾ ആയിട്ടുള്ള നമ്മുടെ കേരളത്തിന് 3 ഇന്ത്യയിൽ 100 രൂപ താഴോട്ട് കൊടുക്കും, 3 രൂപ 92 പൈസ, 3 രൂപ 82 പൈസ കേരളത്തിന് കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പോൾ 1 രൂപ 91 പൈസ ഉള്ളൂ. ഈ 1 രൂപ 91 പൈസ വെച്ച് ഈ വർഷം കിട്ടിയത് 27,000 കോടി രൂപയാണ്. അപ്പൊ അതിന് നേരെ ഇരട്ടി കിട്ടുന്നതാണ്. അങ്ങനെ കുറയ്ക്കാൻ എന്താ അവകാശം? നമ്മുടെ അതേ സ്റ്റേറ്റിൽ ആസാം, ജാർഖണ്ഡ്, ഒറീസ തുടങ്ങിയ സ്റ്റേറ്റുകളും കേരളവും ഒരേ പെർസെന്റേജ് കിട്ടിക്കൊണ്ടിരുന്നതാണ്. അവർക്കൊക്കെ ഇപ്പോഴും അതേ പെർസെന്റേജ് ഉണ്ട്. നമുക്ക് നേരെ പകുതിയായി. എന്താ പറയുന്നത്? നിങ്ങൾക്ക് നല്ല എഡ്യൂക്കേഷൻ ഉണ്ട്, നിങ്ങളുടെ ഹെൽത്ത് നല്ലതാണ്, നിങ്ങൾക്ക് കുറച്ച് ഡെവലപ്മെന്റ് ഉണ്ട്, അതുകൊണ്ട് തരില്ല എന്നാ പറയുന്നത്. ആ ക്രൈറ്റീരിയ ശരിയല്ല. സെക്കൻഡ് ജനറേഷൻ ഇഷ്യൂസ് നമുക്കുണ്ട്. ഒറീസയ്ക്കാണെങ്കിൽ 30,000 കോടി രൂപ ഒരു വർഷം കൽക്കരിയുടെയും ഈ അയണോറിന്റെയും മാത്രം കിട്ടും റോയൽറ്റി. അങ്ങനെ ഒന്നും സോഴ്സ് നമുക്കില്ല.
എന്നിട്ടും നമ്മൾ നേരെ അങ്ങനെ ചെയ്യുന്നു. അത് സത്യത്തിൽ സാമാന്യ ബുദ്ധിയിൽ ജനങ്ങൾ ഒരിക്കലും ഉൾക്കൊള്ളുന്ന ഒരു കാര്യമല്ല കേന്ദ്രം ചെയ്യുന്നത്. ഈ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമ്പോൾ റബ്ബറിന്റെ താങ്ങുവില കൂട്ടുന്നു. റബ്ബറിന്റെ താങ്ങുവില ഇപ്പോഴല്ലേ 200 രൂപ ആക്കിയത്. അപ്പൊ അതിനപ്പുറത്തേക്ക് ഒരു പ്രതീക്ഷ അല്ല, ജനങ്ങൾ 5 വർഷം കൊണ്ടാണ് നമ്മൾ ഈ 50 രൂപ പിന്നെ കൂട്ടിയത്. റബ്ബറിന്റെ വിലക്കല്ല ഇപ്പൊ പ്രശ്നം, റബ്ബറുള്ള മേഖലയാണ് ഞാൻ വരുന്നത്. ഇപ്പൊ ടാപ്പിങ്ങിന് വേണ്ടത്ര തൊഴിലാളിയില്ല, പിന്നെ വന്യമൃഗശല്യം, ഇങ്ങനത്തെ പ്രശ്നങ്ങളാണ്. റബ്ബറിന്റെ വില ഇപ്പം ആളുകൾക്ക് ഇതൊരു സാമാന്യം. ഈ ഫ്ലോർ പ്രൈസ് എന്ന് പറഞ്ഞാൽ വലിയ ലാഭമുള്ളതല്ല. ഫ്ലോർ പ്രൈസ് ഒരു ന്യായമായ പ്രൈസാണ്, അതിന് കുഴപ്പമില്ല. ഈ ഞങ്ങൾ വന്ന ഏപ്രിലാണ് 170 ആയത്, പിന്നെ 180 ആക്കി, 200 ആക്കി കൊടുത്തു തുടങ്ങി. നെല്ലിനും അതുപോലെ കൂട്ടി. ഇതൊക്കെ സാധാരണ നല്ല പിന്നെ വില തന്നെയായിട്ടാണ് കൃഷിക്കാർ സമ്മതിക്കുന്നത്. ഞാൻ കർഷക സംഘത്തിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു, കർഷകനുമാണ്, റബ്ബറൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ ഈ റബ്ബറിന്റെ വില കൂടുന്നതല്ല പ്രശ്നം, റബ്ബർ മേഖല നേരിടുന്ന വേറെ ചില പ്രശ്നങ്ങളുണ്ട്, ടാപ്പിംഗ് തൊഴിലാളി ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ. ഒരു കാര്യം കൂടി, വില കൂടുതൽ കിട്ടുന്നല്ല, 250-300 കിട്ടേണ്ടതാണ്. ഞാൻ പറഞ്ഞ ഫ്ലോർ പ്രൈസ് അല്ല, അത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഈ ഇറക്കുമതി നയം കാരണം ഉണ്ടായ വിലയിടുവാണ്. അവരതിന് ഒരു സഹായം ചെയ്യുന്നു. ക്ഷേമ പെൻഷൻ ഒന്നും പറഞ്ഞില്ല. ക്ഷേമ പെൻഷന്റെ കാര്യത്തിനകത്തും അതും ഇപ്പം തെരഞ്ഞെടുപ്പിൽ അവസാന ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടല്ലോ സാധാരണ പോകുന്നത്. അത് നേരത്തെ നമ്മൾ പറഞ്ഞു കൊടുത്തു. അപ്പൊ അങ്ങനെ കൊടുത്തിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് അതിനപ്പുറത്തെ കാര്യങ്ങൾ ഇപ്പൊ ആലോചിച്ചിട്ടില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് ക്ഷേമ പെൻഷൻ 2000 രൂപയാക്കുന്നത്. അത് ഒരു മിനി ബജറ്റിന് സമാനമായ അത്രയും കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ അതിന് പ്രതീക്ഷിച്ചത്ര ഒരു നേട്ടം തെരഞ്ഞെടുപ്പിൽ ഉണ്ടായില്ല. അതുകൊണ്ട് അതിനെ മറികടക്കാനുള്ള എന്തെങ്കിലും ഒരു മാജിക് ഉണ്ടായിരിക്കും. ഈ മാജിക് വെച്ച് ജനങ്ങളുടെ വോട്ടെല്ലാം കിട്ടാൻ പറ്റത്തില്ല, അങ്ങനെ ഞങ്ങൾ ധരിക്കുന്നുമില്ല. ഓരോ ഇലക്ഷനും പ്രത്യേകമായ സാഹചര്യമുണ്ട്. പ്രാദേശിക ഗവൺമെന്റുകൾ, ഇപ്പൊ സംസ്ഥാന ഗവൺമെന്റിന്റെ പെർഫോമൻസിനെ പറ്റി അല്ല കൂടുതൽ ചർച്ച വന്നത്, പ്രാദേശികമായ പ്രശ്നങ്ങൾ കാണും. പിന്നെ ഞാനൊരു കാര്യം തുറന്നു പറയാം, ഞങ്ങളുടെ പ്രവർത്തകര് അമിത ആത്മവിശ്വാസത്തിലായിരുന്നു. 2000 രൂപ കൂട്ടി ഇത് വന്നു, ഒരു പോയിന്റാണ്. പിന്നെ ജനങ്ങളുമായിട്ട് നിരന്തരമായിട്ട് സംബന്ധിച്ച് കാര്യങ്ങൾ വരിക. അപ്പോൾ അമിത ആത്മവിശ്വാസം, തെറ്റായ പ്രചരണം ധാരാളം നമ്മുടെ നാട്ടിൽ വന്നല്ലോ. നിങ്ങൾക്കറിയാമല്ലോ, തെറ്റായ പ്രചരണം കേരളത്തിൽ വളരെ എന്നും ഉള്ളതാണ്. ആ പ്രചരണം ഗവൺമെന്റിനെതിരായുള്ള തെറ്റായ പ്രചരണം, ഇതുപോലെ പല കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ജനങ്ങളുടെ അടുത്തേക്ക് ഈ കാര്യങ്ങൾ മൊത്തം കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റിയില്ല. ജനങ്ങളുടെ അടുത്ത് പറഞ്ഞ് അവരെ കൺവിൻസ് ചെയ്ത് നിങ്ങളും ഞങ്ങളും ഒന്നാണ്, നമ്മൾ ഈ കാര്യം ചെയ്യുന്നു, നേരത്തെ ഇങ്ങനെയുള്ളവരല്ല എന്ന് പറയുന്നതാണല്ലോ സത്യം. ഈന്തപ്പഴത്തിന്റെ കുരു മൊത്തം മാറ്റി സ്വർണ്ണമാക്കി എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ 5 വർഷം മുമ്പ് പറഞ്ഞല്ലോ. ഖുറാനകത്ത് സ്വർണം വെച്ചോണ്ട് വന്നെന്ന് പറഞ്ഞല്ലോ. നിങ്ങളും മറന്നുപോയി. ഈ പിന്നെ ബിരിയാണി ചെമ്പ്, സ്വർണ്ണ ചെമ്പ്, എല്ലാവരും വിശ്വസിക്കുന്ന തരത്തിലല്ലേ പറഞ്ഞത്. ഈ തരത്തിൽ പ്രചരണം വരും, തെരഞ്ഞെടുപ്പ് വരും, പോകും. അപ്പൊ ഇങ്ങനെയുള്ള പ്രചരണം ഒരു വശത്തുകൂടി വരും. നമ്മൾ ഈ കാര്യങ്ങൾ നല്ലപോലെ പിന്നെ പറഞ്ഞ് ജനങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുക. ഇത് എല്ലാം കൂടെ ചേർന്ന ഇലക്ഷൻ, അല്ലാതെ ഒരു എന്തെങ്കിലും ഒരു ഗിമ്മിക്കിലൊന്നും മാത്രം ജനങ്ങൾ പറ്റില്ല. അവസാനം ഒരു ചോദ്യം കൂടെ, ഭരണ തുടർച്ചയ്ക്ക് വേണ്ടിയുള്ള ബജറ്റ് ആയിരിക്കും. ഭരണ തുടർച്ച ഉണ്ടാവണമെന്നാണല്ലോ ഞങ്ങളുടെ എല്ലാം പ്രതീക്ഷ. ജനങ്ങൾ അതിനൊപ്പം നിൽക്കുമെന്നുള്ള പ്രതീക്ഷയും ആഗ്രഹവും. പിന്നെ ചെയ്തതെല്ലാം ആത്മാർത്ഥമായിട്ട് തന്നെ ചെയ്യുകയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഈ ഗവൺമെന്റ് ഇപ്പം തന്നെ 2ാം വർഷം തകർന്നു പോകുന്നല്ലേ നേരത്തെ പറഞ്ഞിരുന്ന ആളുകൾ. ഇത് ഇത്ര എത്തി, ഇതെല്ലാം കൃത്യമായി കൊടുത്തു. ഇതൊന്നും ഇല്ലാത്ത 18 മാസക്കാലം ഒന്നുമേ കിട്ടാതിരുന്ന ചരിത്രമാണ് 10 വർഷം മുമ്പുള്ളത്. ആ ഒരു സ്ഥലത്ത് നിന്ന് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നു. ക്ഷേമ പെൻഷൻ മാത്രമൊന്നുമല്ല, കേരളത്തിൽ ഇത്രയും വികസനം ഉണ്ടാവുമെന്ന് 10 വർഷം മുമ്പ് ചിന്തിക്കാൻ പറ്റുമായിരുന്നില്ല. അപ്പോൾ അതൊക്കെ വന്നൊരു സാഹചര്യത്തിൽ തൊഴിലവസരങ്ങളും ചെറുപ്പക്കാർക്കും പ്രായമുള്ളവർക്കും ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള അതിദാരിദ്ര്യമുള്ള ആളുകൾ മുതൽ വിവിധ മേഖലയിലുള്ളവർക്കും എല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയൊരു ഗവൺമെന്റ് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ജനങ്ങളത് മനസ്സിലാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ ഭാവിക്ക് വേണ്ടി, പുതിയ തലമുറയുടെ ഭാവിക്ക് വേണ്ടി, നാളേക്ക് വേണ്ടിയിട്ട് ഇടതുപക്ഷം വീണ്ടും അധികാരത്തിൽ വരുന്നത് തന്നെയായിരിക്കും നല്ലതെന്നാണ് ഞാൻ പറയുന്നത്. മാത്രമല്ലത് ജനങ്ങളുടെ നല്ലൊരു ഭാഗം അങ്ങനെ ചിന്തിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. അല്ലെങ്കിൽ അങ്ങനെ അവർ പിന്തുണയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വലിയ വെല്ലുവിളികൾക്കിടയിൽ 5ാമത്തെ ബജറ്റ് അവതരിപ്പിക്കാൻ എല്ലാ ആശംസകളും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.